ടോമോയിലെ സ്കൂൾ അടച്ചിരിക്കുന്ന സമയമാണല്ലോ. ആരും അറിയാതെ ഒരു മഹാസാഹസത്തിന് ടോട്ടോച്ചാൻ ഒരുമ്പെട്ടു. നമുക്ക് നോക്കാം. അസംബ്ലി ഹാളിലെ ക്യാമ്പിംഗ് കഴിഞ്ഞ് 2 പകലുകൾക്ക് ശേഷമായിരുന്നു അവൾ ആ സാഹസത്തിന് ഒരുമ്പെട്ടത്. അന്നേ ദിവസം അവൾ യാസുവാക്കി ചാനെ കാണാൻ തീരുമാനിച്ചിരുന്നു. അവളുടെ അച്ഛനും അമ്മയുമോ യാസാക്കി ചാനിന്റെ അച്ഛനും അമ്മയോ അറിയാതെയായിരുന്നു ഈ കണ്ടുമുട്ടൽ. അവൾ യാസാക്കി ചാനിനെ തന്റെ മരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്താണ് ടോട്ടോയുടെ മരം? വൃക്ഷനിബിഡമായ ടോമോയിലെ സ്കൂളിൽ കുട്ടികൾ ഓരോരുത്തർക്കും ഓരോ മരങ്ങളുണ്ടായിരുന്നു. ഓരോ മരങ്ങൾ അവനവന് കയറാൻ അവകാശപ്പെട്ടതായി കുട്ടികൾക്ക് കണക്കാക്കാമായിരുന്നു. സ്കൂളിലെ വെളിമ്പറമ്പിലെ ഒഴിഞ്ഞ അതിരിലായിരുന്നു, അതായത് കുഹോൻബത്സു ക്ഷേത്രത്തിലേക്കുള്ള നടവഴി നീളുന്നിടത്തായിരുന്നു ടോട്ടോച്ചാന്റെ മരം. കയറി പറ്റാനാവാത്ത വിധം വഴുക്കലുള്ള ഒരു വലിയ മരം. പക്ഷേ അതീവ സൂക്ഷ്മതയോടെ പിടിച്ചു കയറിയാൽ തറയിൽ നിന്ന് 6 അടി ഉയരമുള്ള ഒരു ചില്ലയിലെത്താം. കളിത്തൊട്ടിൽ പോലെ വിശാലമായ ഒരു ചില്ല. ഒഴിവു സമയങ്ങളിലും ക്ലാസ് പിരിഞ്ഞ ശേഷമുള്ള സായാഹ്നങ്ങളിലും ടോട്ടോച്ചാൻ തന്റെ മരം തേടിയെത്താറുണ്ടായിരുന്നു. കവരത്തിൽ, കളിത്തൊട്ടിലിന്റെ ഉയരത്തിൽ, സുരക്ഷിതത്വത്തിൽ, വിദൂരതയിലേക്ക് കണ്ണും നട്ട് അവൾ ഇരിക്കും. ചിലപ്പോൾ ആകാശത്തേക്ക്, മറ്റു ചിലപ്പോൾ അങ്ങ് താഴെ നടന്നകലുന്ന മനുഷ്യരിലേക്ക്. കുട്ടികൾ തങ്ങൾക്ക് അവകാശപ്പെട്ട മരത്തെ ഒരു സ്വകാര്യ വസ്തുവായാണ് കരുതി വന്നത്. ഒരാൾക്ക് മറ്റൊരാളുടെ മരത്തിൽ കയറാൻ ഒരാഗ്രഹം വന്നുവെന്നിരിക്കട്ടെ, ഞാനും കൂടി കയറുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നൊക്കെ വളരെ താഴ്മയായി ചോദിച്ച് മരത്തിന്റെ ഉടമസ്ഥന്റെ അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ കയറുമായിരുന്നുള്ളൂ. ടോമോ സ്കൂളിൽ അതങ്ങനെ ആയിരുന്നു. യാസുവാക്കി ചാൻ പോളിയോ ബാധിച്ച കുട്ടിയായിരുന്നു. സ്കൂളിലെത്തിയ ദിവസങ്ങളിൽ ഒന്നിൽ ടോട്ടോ ആദ്യം സംസാരിച്ചത് യാസുവാക്കി ചാനുമായിട്ടാണ്. കേൾവിക്കാർക്ക് ഓർമ്മയുണ്ടായിരിക്കും. യാസുവാക്കി ചാൻ മരത്തിൽ കയറാറില്ല. കാരണം അവന് കയറാൻ സാധിക്കില്ല. ആഗ്രഹിച്ചാൽ തന്നെ അവനൊരു മരത്തിൽ കയറുക എന്നത് നടക്കാനാവാത്ത ഒരു ആഗ്രഹമായി മാത്രമേ നമുക്ക് കരുതാനാവൂ. ഇതൊക്കെ അറിയാമെങ്കിലും തന്റെ മരത്തിലേക്ക് യാസുവാക്കി ചാനിനെ ക്ഷണിക്കാൻ ടോട്ടോ തീരുമാനിച്ചു. ആരെങ്കിലും അറിഞ്ഞു കേട്ട് വന്നാൽ സംഗതി അലങ്കോലമാകും. അതുകൊണ്ട് തന്നെ അവർ 2 പേരും ചേർന്ന് ഇത് പരമരഹസ്യമായി സൂക്ഷിക്കണം എന്ന് തന്നെ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ടോട്ടോ അമ്മയോട് പറഞ്ഞത്, അമ്മയോട് പറയാതെ അവധിക്കാലത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, അപ്പൊ അമ്മയോടൊരു കാര്യം പറയണമല്ലോ. ടോട്ടോ അമ്മയോട് പറഞ്ഞത് താൻ ധനൻചോഫിലുള്ള യാസുവാക്കി ചാനിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാണ്. പറയുന്നത് കള്ളമായതുകൊണ്ട് അമ്മയുടെ മുഖത്ത് നോക്കാതിരിക്കാൻ അവൾ പാടുപെട്ടു. അമ്മമാരുടെ മുഖത്ത് നോക്കി കുട്ടികൾ കള്ളം പറഞ്ഞാൽ അതേതു പ്രായത്തിലാണെങ്കിലും അമ്മമാര് പിടിക്കും, ശരിയല്ലേ? റോക്കി ആവട്ടെ ടോട്ടോയെ സ്റ്റേഷൻ വരെ പിന്തുടർന്നു. പിരിയാൻ നേരം ടോട്ടോച്ചാന് റോക്കിയോടെങ്കിലും സത്യം പറയാതിരിക്കാനാവില്ലായിരുന്നു. ഞാനേ യാസുവാക്കി ചാനെ മരത്തിൽ കയറ്റാൻ പോവാ. ടോട്ടോച്ചാൻ തീവണ്ടി പാസും കഴുത്തിൽ തൂക്കി സ്കൂളിലെത്തി. വേനൽ അവധിയിലെ വിജനമായ പൂന്തോട്ടത്തിനരികിലായി നമ്മുടെ കഥാനായകൻ യാസുവാക്കി ചാൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവന് ടോട്ടോച്ചാനേക്കാളും 1 വയസ്സേ കൂടുതലുള്ളൂ. എന്നിട്ടും അവൻ സംസാരിക്കുമ്പോൾ കൂടുതൽ പ്രായമുള്ള മുതിർന്ന ഒരാളെ പോലെ തോന്നിച്ചു. യാസുവാക്കി ചാൻ അവളെ കണ്ടു. കൈകൾ ഉയർത്തി നിവരാൻ തത്രപ്പെട്ട് കൈ വീശിക്കൊണ്ട് മുടന്തി അവൻ അവളുടെ അരികിലേക്ക് വന്നു. തങ്ങൾ ചെയ്യാൻ പോകുന്ന നിഗൂഢ കൃത്യത്തെക്കുറിച്ചുള്ള വിചാരം തന്നെ കൊച്ചു ടോട്ടോയെ ഹരം പിടിപ്പിച്ചിരുന്നു. അവൾ അടക്കി ചിരിച്ചു. അത് കണ്ട യാസുവാക്കി ചാനും ചിരി പൊട്ടി. ഇരുവരും ചേർന്ന് കൈ കോർത്തു പിടിച്ച് മരച്ചുവട്ടിലേക്ക് നടന്നു. കഴിഞ്ഞ രാത്രിയിൽ കിടന്നപ്പോൾ ആലോചിച്ചുറപ്പിച്ചിരുന്നതുപോലെ തന്നെ ടോട്ടോ വാച്ചറുടെ ഷെഡിലേക്ക് ഓടി. ഒത്ത നീളമുള്ള ഒരു ഏണി ഏന്തിക്കൊണ്ട് മരച്ചുവട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. കയറാൻ പാകത്തിൽ ആ ഏണി തായ്തടിയിൽ ചാരി വെച്ചു. ഏണിയുടെ അറ്റം താഴത്തെ ചില്ല വരെ എത്തുന്നുണ്ട്. സമാധാനം. അവൾ അതിലൂടെ അനായാസം കയറിപ്പോയി. കുഴപ്പമില്ല, നീ കയറിക്കോളൂ. ഏണിയുടെ മുകൾ ഭാഗം മുകളിലെത്തി സുരക്ഷിതമായി അമർത്തി പിടിച്ചുകൊണ്ട് ടോട്ടോ താഴെ നിൽക്കുന്ന യാസുവാക്കി ചാനോട് പറഞ്ഞു. യാസുവാക്കി ചാൻ ഒരു നിമിഷം പാഴാക്കാതെ ശ്രമം ആരംഭിച്ചു. പക്ഷേ പാവം, ആദ്യത്തെ പടി കയറാൻ പോലും അവന് കഴിഞ്ഞില്ല. അവന്റെ കൈകാലുകൾ അത്രയേറെ ദുർബലമായിരുന്നു. ഒടുവിൽ ടോട്ടോച്ചാൻ പടികൾ ഇറങ്ങി താഴേക്ക് വന്നു.
യാസ്വാക്കി ചാനിനെ പിന്നിൽ നിന്ന് തള്ളിക്കയറ്റാം എന്നൊരു ആലോചന അവൾക്ക് വന്നു. അതിനുള്ള ശ്രമമായി. മെലിഞ്ഞ് തീരെ ചെറിയ കുട്ടിയായിരുന്നല്ലോ ടോട്ടോ ചാൻ. അതുകൊണ്ട് തന്നെ ഏണി ചെരിയാതെ സൂക്ഷിക്കുന്നതിനിടയിൽ അവനെ ഒന്ന് ചുറ്റിപ്പിടിക്കാൻ മാത്രമേ ടോട്ടോയ്ക്ക് കഴിഞ്ഞുള്ളൂ. കയറാനുള്ള ശ്രമം ഉപേക്ഷിച്ച് യാസ്വാക്കി ചാൻ ഏണിക്കരികിൽ തല കുനിച്ചു നിന്നു. സംഗതി താൻ കരുതിയ പോലെ അത്ര എളുപ്പമല്ല എന്ന് കൊച്ചു ടോട്ടോയ്ക്ക് മനസ്സിലായി. യാസ്വാക്കി ചാനിനെ മരത്തിൽ കയറ്റുക എന്നത് ടോട്ടോയുടെ വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ താൻ കരുതിയ പോലെ അത്ര എളുപ്പമല്ല എന്നത് അവൾക്ക് പിടികിട്ടി. ഇനി എന്തു ചെയ്യും? ആലോചിക്കണം, വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മുടെ കൊച്ചു ടോട്ടോയുടെ എപ്പോഴുമുള്ള ചിന്താഗതി അതാണല്ലോ. അവൾ യാസ്വാക്കി ചാനിന്റെ മുഖത്തേക്ക് നോക്കി. ഉത്കടമായി ആ മരത്തിൽ കയറണം എന്ന് അവനും ആഗ്രഹിച്ചിരുന്നു. അവൾ അവന്റെ മുന്നിലേക്ക് നീങ്ങി നിന്ന് മുഖത്തേക്ക് ഉറ്റുനോക്കി. യാസ്വാക്കി ചാൻ അസ്വസ്ഥനായിരുന്നു. കിതപ്പാർന്ന് തുടുത്ത കവിൾത്തടങ്ങളോടെ അവൾ അത് കണ്ടു. അവനെ ഒന്ന് സന്ദേശിപ്പിക്കാൻ എന്നാണ് അവളൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ഒന്നാലോചിച്ച ശേഷം പറഞ്ഞു, ആ ഒരു വിദ്യയുണ്ട് യാസ്വാക്കി. അവൾ വീണ്ടും വാച്ചറുടെ ഷെഡിലേക്ക് ഓടി. കൂട്ടിയിട്ടിരിക്കുന്ന പണിയായുധങ്ങൾ ഓരോന്നായി ആ കുട്ടി സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. ഇതിൽ എന്താണ് മുകളിൽ കയറാൻ സഹായകരമായി മറ്റെന്തെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്നതാണ് അവൾക്കറിയേണ്ടിയിരുന്നത്. ഒടുവിൽ വീതിയുള്ള പടവുകളോട് കൂടിയ ഒരു പലക ഗോവണി അവൾ കണ്ടെത്തി. തനിയെ നിവർന്നു നിൽക്കുന്ന തരത്തിലുള്ള ഒന്ന്, അതായത് കാലുകളുള്ള ഒരെണ്ണം. ചാരി വയ്ക്കേണ്ട, അത് തനിയെ നിന്നോളും. ഇത് മറിഞ്ഞു വീഴും എന്ന് ഭയക്കേണ്ടതില്ല, നമ്മൾ പിടിക്കേണ്ടതുമില്ല. ഇത് തന്നെയാണ് ഞാൻ നോക്കിയിരുന്നത് എന്ന് ടോട്ടോയ്ക്ക് മനസ്സിലായി. ടോട്ടോ ചാൻ ആ പലക ഗോവണി, ഒരു ചെറിയ കുട്ടിയാണെന്ന് ആലോചിക്കണം, എത്ര വലിയ ഗോവണി, അത് നിരക്കി വളരെ കഷ്ടപ്പെട്ട് മരത്തിനടുക്കേക്ക് കൊണ്ടുവന്നു. സ്വന്തം കായിക ശേഷിയിൽ അവൾക്ക് അഭിമാനവും വിസ്മയവും തോന്നി. സ്വയം ഒന്ന് തോളത്ത് തട്ടാതിരിക്കാനായില്ല. കോണി മരച്ചുവട്ടിൽ സ്ഥാപിച്ചു. കഷ്ടിച്ച് ആ കവരം വരെ എത്തുന്നുണ്ട്. അവൾക്ക് സമാധാനവും സന്തോഷവും തോന്നി. പേടിക്കേണ്ട കേട്ടോ, ഇതും അറിയില്ല. ഒരു വെല്ലിയേട്ടത്തിയുടെ മട്ടിലാണ് കൊച്ചുടോട്ടോ അത് പറഞ്ഞത്. കോണിയുടെ പടവുകളിലേക്ക് നോക്കിക്കൊണ്ട് യാസ്വാക്കി ചാൻ നിന്നു. അതീവ വ്യാകുലതയോടെയാണ് അവൻ നിന്നത്. വിയർപ്പിൽ കുളിച്ചൊഴുകുകയാണ് നമ്മുടെ ടോട്ടോ. യാസ്വാക്കിയും വിയർത്തൊഴുകുന്നുണ്ട്. വൃക്ഷത്തലപ്പിലേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് എന്തും വരട്ടെ എന്ന മട്ടിൽ ആദ്യത്തെ മരപ്പടവിൽ അവൻ കാലെടുത്തു വെച്ചു. അത് തന്നെ വലിയൊരു അധ്വാനമായിരുന്നു. എങ്കിലും സമയത്തെക്കുറിച്ചുള്ള ബോധം ഇരുവരെയും തീരെ അലട്ടിയില്ല. വേനൽ മാസത്തിലെ സൂര്യകിരണങ്ങളാണ്, ചൂടേറി വരുന്നുണ്ട്. പക്ഷേ യാസ്വാക്കി ചാൻ പലക കോണിയുടെ മുകളിലെത്തുക എന്നതൊഴികെ മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ രണ്ടു കുട്ടികൾക്കും അപ്പോൾ സാധിക്കുമായിരുന്നില്ല. യാസ്വാക്കി ചാന്റെ തൊട്ട് താഴെ നിന്നുകൊണ്ട് ടോട്ടോ അവന്റെ ദുർബലമായ കൈകളെ മുകളിലേക്ക് തള്ളും. ഇതിനിടയിൽ ഒരു ചുമട്ടുകാരിയെ പോലെ തല കൊണ്ട് അവന്റെ പിൻവശം ചെരിഞ്ഞു പോകാതെ നിയന്ത്രിക്കും. ഓരോ പടവിലും അവർ ഇരുവരും ചേർന്ന് പൊരുതുകയായിരുന്നു. യാസ്വാക്കി ചാൻ അവന്റെ എല്ലാ ആരോഗ്യവും പുറത്തെടുത്താണ് ശ്രമിച്ചത്. ഒടുവിൽ, നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ, അവർ ഇരുവരും പലകക്കോണിയുടെ മുകളിലെത്തി. ഹുറേ ഹുറേ! മുകളിൽ നിന്ന് ഇരുവരും ചേർന്ന് ആർപ്പിട്ടു. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് സംഗതി ഇതുവരെ കഴിഞ്ഞതിലും ദുഷ്കരമായിരുന്നു. ടോട്ടോ ചാൻ ഒറ്റച്ചാട്ടത്തിന് കൊമ്പിലെത്തി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും യാസ്വാക്കി ചാനെ പലക കോണിയിൽ നിന്ന് മരക്കൊമ്പിലേക്ക് എത്തിക്കാൻ പാവം കുഞ്ഞു ടോട്ടോയ്ക്കായില്ല. കോണിയിൽ അള്ളി പിടിച്ചുകൊണ്ട് തല ഉയർത്തി അവൻ അവളെ ഒന്ന് നോക്കി. അത് കണ്ട ടോട്ടോ ചാന് പെട്ടെന്ന് കരച്ചിൽ വന്നു. യാസ്വാക്കി ചാനെ ഒന്ന് തന്റെ മരത്തിൽ കയറ്റാനുള്ള ആഗ്രഹം അത്രയേറെ അദമ്യമായിരുന്നു. ആ ഉയർന്ന കൊമ്പത്തിരുന്ന് മനോഹരമായ താഴത്തെ കാഴ്ചകൾ അവനെ ഒന്ന് കാണിക്കണം, അത് മാത്രമായിരുന്നു അവളുടെ ഉദ്ദേശം. കരച്ചിൽ അതിയായി വന്നുവെങ്കിലും നമ്മുടെ ടോട്ടോ കരഞ്ഞില്ല. കാരണം അവൾക്കറിയാമായിരുന്നു, അവൾ കരയുന്നത് കണ്ടാൽ യാസ്വാക്കി ചാനിന്റെ ധൈര്യം കൂടെ പോകും എന്ന്. അവൾ സ്വയം നിയന്ത്രിച്ചു. ടോട്ടോ ചാൻ അവന്റെ ദുർബലമായ കയ്യിൽ മുറുകെ പിടിച്ചു. പോളിയോ ബാധിച്ച് തമ്മിൽ ഒട്ടിച്ചേർന്ന കൊലുന്നനെയുള്ള വിരലുകൾ, അവളുടേതിനേക്കാൾ നീളവും വീതിയുമുള്ള കൈ. ആ വിരലുകൾ ഏറെ നേരം അവൾ അവളുടെ ഉള്ളം കയ്യിൽ തന്നെ സൂക്ഷിച്ചു. ഒടുവിൽ അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കിടന്നോളൂ, അവിടെ കിടന്നോളൂ,
ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് വലിച്ചു കയറ്റാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതിസാഹസികമായ ഒരു ദൃശ്യം. കേൾക്കുന്നവരൊന്ന് ഭാവനയിൽ ആലോചിച്ചാൽ തന്നെ ആ ദൃശ്യത്തിന്റെ സാഹസികത നമുക്ക് മനസ്സിലാകും. ആരെങ്കിലും ദൂരെ നിന്നൊന്ന് കണ്ടാൽ അറിയാതെ നിലവിളിച്ചു പോകും എന്നുള്ളത് തീർച്ചയാണ്. ഉദരം മാത്രം, വയറു മാത്രം പല കോണിയിൽ ഉറപ്പിച്ച് മരത്തിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന യാസുവാക്കി-ചാൻ, മരക്കൊമ്പിൽ നിന്നുകൊണ്ട് അവനെ താഴേന്ന് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന അവന്റെ ചെറിയ കൂട്ടുകാരി ടോട്ടോ-ചാൻ, അനിശ്ചിതത്വം നിറഞ്ഞ, കാണുന്ന ആരെയും ഭയപ്പെടുത്തുന്ന ദൃശ്യം. പക്ഷേ യാസുവാക്കി-ചാൻ തന്റെ കൂട്ടുകാരിയിൽ, ഉയരത്തിൽ നിൽക്കുന്ന തന്റെ കൂട്ടുകാരിയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചു. ടോട്ടോ-ചാൻ ആവട്ടെ അവനു വേണ്ടി തന്റെ ജീവൻ പോലും പണയം വെച്ചാണ് ശ്രമിച്ചിരുന്നത്. തന്റെ കുഞ്ഞു കരങ്ങൾ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അവൾ സർവശക്തിയും ഉപയോഗിച്ചു വലിച്ച് അവനെ മുകളിലെത്തിച്ചു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. പരന്ന ഒരു വെള്ളി മേഘത്തിന്റെ കാരുണ്യം സൂര്യന്റെ തീക്ഷ്ണമായി കൊണ്ടിരുന്ന കണ്ണിൽ നിന്ന് ഇരുവരെയും മറച്ചുപിടിച്ചു. ഒടുവിൽ അതാ യാസുവാക്കി-ചാൻ മുകളിൽ മരത്തിൽ. മരക്കൊമ്പിൽ അവർ മുഖത്തോട് മുഖം നോക്കി നിന്നു. വിയർപ്പിൽ കുതിർന്ന തലമുടി ഒന്ന് ഒതുക്കി താഴ്മയോടെ തല കുനിച്ച് ടോട്ടോ പറഞ്ഞു, എന്റെ മരത്തിലേക്ക് സ്വാഗതം. തായ്തടിയിൽ ചാരി നിന്ന് ലജ്ജ നിറഞ്ഞ ചിരിയോടെ യാസുവാക്കി-ചാൻ ചോദിച്ചു, ഞാനും കൂടെ കയറുന്നതിൽ വിരോധമുണ്ടോ? മരക്കൊമ്പിൽ നിന്നുള്ള വിദൂര ദൃശ്യങ്ങൾ യാസുവാക്കി-ചാൻ ഇന്നു വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവന് തികച്ചും പുതുമയേറിയ ഒന്ന്, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരനുഭവം. ഹായ്, അപ്പോ മരത്തിൽ കയറിയ ഇങ്ങനെയാണല്ലേ? അവൻ നിറഞ്ഞ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഏറെ നേരം അവർ ആ മരത്തിൽ തങ്ങി. തങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവിടെ ഇരുന്ന് സംസാരിച്ചു. അമേരിക്കയിലുള്ള എന്റെ ചേച്ചിയുടെ വീട്ടിലെ ടെലിവിഷൻ ഒരു സാധനമുണ്ട്. ടോട്ടോ-ചാൻ അറിയാമോ? യാസുവാക്കി-ചാൻ വിസ്മയപൂർവ്വം പറഞ്ഞു. അത് ജപ്പാനിലും വരുന്നുണ്ട് അത്രേ. അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് സുമോ ഗുസ്തി കാണാൻ പറ്റും. ചേച്ചിയാ പറഞ്ഞത്. ചേച്ചി പറയണത് അതൊരു പെട്ടി പോലത്തെ സാധനമാണെന്ന്. ആവോ? ടോട്ടോ-ചാന് പക്ഷെ അത് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ കഴിഞ്ഞില്ല. യാസുവാക്കി-ചാൻ ആരോഗ്യമില്ലാത്ത ഒരു കുട്ടിയാണ്. അവൻ ഒരുപാട് ദൂരമൊന്നും സഞ്ചരിച്ചിട്ടുണ്ടാവില്ല. കേട്ടറിയും എല്ലാം. സർവ്വതും വീട്ടിലിരുന്ന് കാണുകയെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അവൻ പറയുന്നതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടാവും, എത്രത്തോളം കാര്യം കാണും? അവൾ ആലോചിച്ചു. അവളുടെ മറ്റൊരു സംശയം വളരെ ലഘുവായിരുന്നു. സുമോ ഗുസ്തിക്കാര് വീട്ടിനുള്ളിലിരിക്കുന്ന ഒരു ചെറിയ പെട്ടിക്കകത്ത് എങ്ങനെ കയറാനാണ്? ഗുസ്തി പിടിക്കുന്ന ആനത്തടിയന്മാരാണ് സുമോ ഗുസ്തിക്കാര്. അവരെങ്ങനെ ഈ പെട്ടിക്കകത്ത് കയറുക? ഏതായാലും നടക്കുകയാണെങ്കിൽ സംഗതി രസമുള്ളതാണ്, അവൾ തീരുമാനിച്ചു. ടെലിവിഷനെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാത്ത ആ കാലത്ത് അതിനെക്കുറിച്ച് ടോട്ടോ-ചാനോട് ആദ്യമായി പറയുന്നത് യാസുവാക്കി-ചാൻ ആയിരുന്നു. ചീവീടുകൾ പാടിക്കൊണ്ടിരുന്നു. കൊച്ചു ടോട്ടോയുടെ മരക്കൊമ്പത്ത് ഇരുവരും ആഹ്ലാദത്തോടെ അത് ആസ്വദിച്ച് ഒരുപാട് നേരം ഇരുന്നു. അന്നായിരുന്നു യാസുവാക്കി-ചാൻ ആദ്യമായും അവസാനമായും ഒരു മരക്കൊമ്പത്ത് കയറിയത്.